നമസ്കാരമുണ്ട്. ലാലൂർ ദേവസ്ഥാനം എന്നാണ്. ഇന്നൊരു ചെറിയൊരു മുന്നറിയിപ്പ് എന്നല്ല, നമുക്കൊരു പ്രിവെൻഷൻ എടുക്കാന്നൊക്കെ പറയില്ലേ. നമുക്കൊരു രോഗം വരികയാണെങ്കിൽ ആ രോഗം വരുന്നതിനേക്കാളും വരാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയില്ലേ. അതിന് തുല്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ മീനം രാശിക്കാരായത് പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. പൂരിട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി, രേവതി. ഇവരുടെ വീട്ടിലേക്ക് ഒരു വലിയൊരു അതിഥി വരികയാണ്. വലിയൊരു അതിഥി എന്ന് പറഞ്ഞാൽ ലോകം ഭയക്കുന്ന ഒരു അതിഥിയാണ് വരുന്നത്. അതായത് രണ്ട് പേരെയാണ് ഈ ജ്യോതിഷ പ്രകാരം ഇതിലുള്ളവരെ ഭയങ്കര ഭയമാണ്, എല്ലാവർക്കും പേടിയാണ്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അവരെ ഒരു വലിയൊരു എന്തൊരു ഭയപ്പാടോട് കൂടിയിട്ട് ഒരു മാറ്റി നിർത്തിയിട്ട്, ഇപ്പോൾ ലാലൂർ ദേവസ്ഥാനത്ത് കരിങ്കുട്ടി സ്വാമിനെ എല്ലാവർക്കും ഭയമാണ്. അവരൊക്കെ മാറ്റി നിർത്തും. അപ്പോൾ പേടിച്ചിട്ട് എന്താണ് ആളെ പോലെ ഒരു നല്ലൊരു ദൈവം കാര്യപ്രാപ്തിക്ക് കരിങ്കുട്ടി സ്വാമിനേക്കാളും മുകളിൽ ഒരാളില്ല. പിന്നെ മഹേശ്വരന് ഈ പണിയൊന്നല്ല. അപ്പോൾ അതിലേക്കല്ല ഞാൻ വന്നത്. അപ്പോൾ അതുപോലെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്ന രണ്ട് പേരുണ്ട്. അതിലൊരാൾ നമ്മുടെ കുടുംബത്തേക്ക് വരികയാണ്. ശനിനെയും ചൊവ്വേനെയാണ് എല്ലാവർക്കും ഭയം. ഇവരെ രണ്ടുപേരും ഭയക്കേണ്ടതായിട്ടൊന്നും ഇല്ല. അത് എന്തൊക്കെയോ ആൾക്കാർ ഒരുപാട് പേര് തെറ്റിദ്ധാരണകൾ എന്തൊക്കെയോ അതെനിക്കൊന്നും ഞാൻ വരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം അടുത്ത് തന്നെ കയറി വരും. ആ അതിഥി വരും. അതായത് നമ്മുടെ നാട്ടിലേക്ക് പ്രധാനമന്ത്രി വരികയാണെങ്കിൽ എന്തൊക്കെ ഒരുക്കപ്പാടുകൾ ചെയ്യും. അത് നമ്മുടെ വീട്ടിലേക്ക് അല്ല വരണം, നമ്മുടെ നാട്ടിലേക്ക്. നമ്മുടെ വീട്ടിലേക്ക് അതിനെപ്പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി വരികയാണെങ്കിൽ എന്ത് വരുന്നു? അപ്പോൾ അതിനൊരു മുൻകരുതൽ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിനെ വരവേൽക്കുക. ചിലവർക്ക് ദോഷമായിട്ട് ഭവിക്കുന്നവരുണ്ടായിരിക്കാം, ചിലവർക്ക് നല്ലതായിട്ട് ഭവിക്കുന്നവരുണ്ടായിരിക്കാം. ശനി ജന്മരാശിയിലേക്ക് വരുമ്പോൾ ചിലവർക്ക് ദോഷം വരാം, ചിലവർക്ക് വരാം. അത് പലർക്കും അവരുടെ ജനന സമയം അനുസരിച്ചാണ്. എന്നാലും ഈ ശനീനെ പ്രീതിപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പ്രിവെൻഷൻ, അതായത് ഒരുപാട് തടസ്സങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റി നിർത്താനായിട്ട് അറിയാലോ. തല്ലാൻ വരുന്ന ഒരാളെ സ്നേഹത്തിൽ ചിരിച്ച് അതിൻ്റെതായ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു നിവേദ്യം കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തല്ലാൻ വരുന്ന ആളൊന്ന് തല്ലോടി പോകുന്ന രീതിയിൽ അതുപോലെ ആയി തീരില്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. ശനി എന്ന് പറയുമ്പോൾ ഒരു ദേവസ്ഥാനത്തെ വെച്ച് പറയുമ്പോൾ കരിങ്കുട്ടി സ്വാമി, വിഷ്ണുമായ, അതിനോടനുബന്ധിച്ച് ചാത്തന്മാർ, അതുപോലെ തന്നെ അയ്യപ്പസ്വാമി. എല്ലാവർക്കും പോപ്പുലറായിട്ട് അറിയാവുന്ന അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമിക്ക് വേണ്ട എള്ളുന്തിരി അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തി നിർത്തുകയാണെങ്കിൽ ഗുണമാണ്.